മനുഷ്യജീവിതങ്ങൾക്ക് കൂടുതൽ വേഗത നൽകിയ കണ്ടുപിടുത്തങ്ങളിൽ ഒന്നാണ് ചക്രങ്ങൾ എന്നത്. എങ്ങനെ ഇത്തരം ചക്രങ്ങളെ ഉപയോഗിച്ച് ലക്ഷ്യസ്ഥാനത്ത് കൃത്യസമയത്ത് എത്താൻ എന്നുള്ള തിരച്ചിലാണ് അവൻ ആദ്യം മൃഗങ്ങളെയും പിന്നീട് അത് വാഹനത്തിന്റെ കണ്ടുപിടുത്തങ്ങളിലേക്കും നയിക്കുന്നത്. ഇന്ന് നാം സംസാരിക്കാൻ പോകുന്നത് ഓട്ടോമൊബൈൽ ലേഔട്ടിനെ പറ്റിയാണ്, അഥവാ വാഹനത്തിന്റെ പ്രധാന ഭാഗങ്ങളെ പറ്റി ചെറിയൊരു അവലോകനമാണ്. സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അനദർ ബ്രാൻഡ് എപ്പിസോഡ് ഓഫ് പിസ്റ്റന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. വിതൗട്ട് എനി ലാഗ്, ലെറ്റ്സ് കീപ് റോളിംഗ്. മനുഷ്യന്റെ ഹൃദയം എന്ന പോലെ വാഹനത്തിന്റെ ഹൃദയം എന്ന് പറയുന്നത് എഞ്ചിനെയാണ് എന്നത് എല്ലാവർക്കും സുപരിചിതമാണല്ലോ. ഈ എഞ്ചിനെ തന്നെ പല രീതിയിൽ പലതരമായി നമുക്ക് തരംതിരിക്കാം. 4 സ്ട്രോക്ക്, 2 സ്ട്രോക്ക്, പെട്രോൾ, ഡീസൽ തുടങ്ങി 6 സ്ട്രോക്ക് എഞ്ചിൻ വരെയും കംപ്രഷൻ, സ്പാർക്ക് ഇഗ്നിഷൻ, VW കോൺഫിഗറേഷൻ എന്നിങ്ങനെയൊക്കെയും തിരിക്കാം. എഞ്ചിനുകളെ പറ്റി ഡെഡിക്കേറ്റഡ് ആയ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. സോ കമ്മിങ് ബാക്ക് ടു അവർ ടോപ്പിക്, എഞ്ചിനെ നമുക്ക് പല സ്ഥാനങ്ങളിലായി വാഹനത്തിൽ ഘടിപ്പിക്കാം. അതിലൊന്നാമതായി വരുന്നതാണ് ഫ്രണ്ട് എഞ്ചിൻ. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ എഞ്ചിൻ വാഹനത്തിന്റെ ഫ്രണ്ട് ഹുഡ് അഥവാ മുൻഭാഗത്തായിട്ടായിരിക്കും പ്ലേസ് ചെയ്തിരിക്കുന്നത്. സാധാരണയായി SUV, സെഡാൻ, ഹാച്ച്ബാക്ക് എന്നീ സെഗ്മെന്റുകളിലാണ് ഫ്രണ്ട് എഞ്ചിൻ കണ്ടുവരുന്നത്. ചില കേസുകളിൽ മാറ്റവുമുണ്ട്. വാഹനത്തിന്റെ മുൻ ചക്രങ്ങളിലായിരിക്കും എഞ്ചിന്റെ വെയിറ്റ് താങ്ങുക. ആയതുകൊണ്ട് തന്നെ വാഹനങ്ങൾക്ക് കൂടുതൽ ട്രാക്ഷൻ കൺട്രോൾ അഥവാ വാഹനം തെന്നി മാറാതെ ശരിയായ വഴിയെ പോകാൻ സാധിക്കുന്നു. ഓടിക്കാൻ സുഖപ്രദവും ഫ്രണ്ട് എഞ്ചിൻ കാറുകളാണ്. അണ്ടർ സ്റ്റിയറിംഗ് കണ്ടീഷൻ ഇത്തരം വാഹനങ്ങൾക്ക് ഒരു കുറവ് തന്നെയാണ്. അതായത് ഡ്രൈവർ എത്രമാത്രം വാഹനത്തെ വളയ്ക്കാനായി ശ്രമിക്കുന്നുവോ അത്രമാത്രം വാഹനം വളവ് തിരിയാത്ത അവസ്ഥയാണ് അണ്ടർ സ്റ്റിയറിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആയതിനാൽ തന്നെ ഇത്തരം വാഹനങ്ങൾക്ക് പവർ സ്റ്റിയറിംഗ് അത്യാവശ്യമാണ്. ഇത്തരം വാഹനങ്ങളുടെ എഞ്ചിൻ ഫ്രണ്ട് ഭാഗത്തായി ഇരിക്കുന്നത് കൊണ്ട് തന്നെ കൂടുതൽ എയർ ഫ്ലോ ലഭിക്കുകയും അങ്ങനെ ഇതിൻ്റെ കൂളിംഗ് വളരെ എഫിഷ്യൻ്റ് ആയിട്ട് നടക്കുകയും ചെയ്യും. ഇത്തരം വാഹനങ്ങളുടെ സേഫ്റ്റി വളരെ അധികവുമായിരിക്കും. കാരണം എന്തെന്നാൽ ആക്സിഡൻറ്റ് അഥവാ അപകടങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ കൂടുതൽ ഇമ്പാക്റ്റ് ഏറ്റെടുക്കുന്നത് കാറിൻ്റെ എഞ്ചിനായിരിക്കും. അടുത്തതായി വരുന്ന എഞ്ചിൻ പ്ലേസ്മെൻ്റ് ആണ് മിഡ് എഞ്ചിൻ. അതായത് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ പിൻചക്രങ്ങൾക്ക് മുമ്പിലായിട്ടായിരിക്കും ഇത്തരം വാഹനങ്ങളുടെ എഞ്ചിൻ സ്ഥിതി ചെയ്യുക. ഇത്തരം വാഹനങ്ങളിൽ വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ 50-50 ആയിരിക്കും. അതായത് ഫ്രണ്ട് വീലിലും റിയർ വീലിലും ഒരേ ഭാരമായിരിക്കും അനുഭവപ്പെടുക. കോർണറിങ്ങിനും അത്യാവശ്യ ട്രാക്ഷൻ കൺട്രോൾ ലഭിക്കാനും ഇത്തരം മിഡ് എഞ്ചിൻ സഹായകമാണ്. സ്പോർട്സ് കാറുകളിലാണ് കൂടുതലായും മിഡ് എഞ്ചിൻ കോൺഫിഗറേഷൻ ഉപയോഗിക്കുന്നത്. ഇത്തരം വാഹനങ്ങളുടെ എഞ്ചിൻ നടുവിലായി സ്ഥാനം ഉറപ്പിച്ചത് കൊണ്ട് തന്നെ പലപ്പോഴും ഇതിന് പിൻഭാഗത്ത് സീറ്റുകൾ കാണാറില്ല. മാത്രവുമല്ല അപകട സാഹചര്യങ്ങളിൽ മുമ്പിൽ എഞ്ചിൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ കൂടുതൽ ആക്കം ലഭിക്കുന്നത് യാത്രക്കാർക്കായിരിക്കും. ആയതിനാൽ മിഡ് എഞ്ചിൻ കാറുകൾക്ക് സേഫ്റ്റി കൂട്ടുക എന്നത് വളരെ പ്രധാനമായ ഘടകമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മിഡ് എഞ്ചിൻ കാറുകളെ കമന്റിൽ മെൻഷൻ ചെയ്യുക. അടുത്തതായി വരുന്ന എഞ്ചിൻ പ്ലേസ്മെന്റ് ആണ് റിയർ എഞ്ചിൻ. അതായത് പേര് സൂചിപ്പിക്കും പോലെ പിൻചക്രങ്ങൾക്കും പിറകിലായിട്ടായിരിക്കും എഞ്ചിൻ സ്ഥാപിച്ചിരിക്കുന്നത്. ഇത്തരം വാഹനങ്ങൾക്ക് ചെറിയ സമയം കൊണ്ട് തന്നെ വേഗത കൈവരിക്കാൻ കഴിയും. ഓവർ സ്റ്റിയറിംഗ് ഇത്തരം വാഹനങ്ങൾക്ക് കൂടുതലാണ്. അതായത് അണ്ടർ സ്റ്റിയറിംഗിൻ്റെ നേർവിപരീതമാണ് ഓവർ സ്റ്റിയറിംഗ് എന്നത്. ആയതുകൊണ്ട് തന്നെ ഇത്തരം വാഹനങ്ങളുടെ കൺട്രോളിംഗ് വളരെ പ്രയാസമേറിയതാണ്. റിയർ എഞ്ചിൻ കാറുകൾ ഇപ്പോൾ അധികമായി മാർക്കറ്റിൽ കാണാൻ ലഭിക്കുകയില്ല. ഇത്തരം കാറുകൾക്ക് താരതമ്യേന വില കൂടുതലും മെയിൻ്റനൻസ് ചിലവ് അധികവുമായിരിക്കും. എഞ്ചിൻ കൂളിംഗ് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും ഇത്തരം വാഹനങ്ങൾക്ക്. ഇനിയും എഞ്ചിൻ ഓറിയൻറ്റേഷൻ 2 രീതിയിൽ നടത്താം, ട്രാൻസ്വേഴ്സും ലോഞ്ചിറ്റ്യൂഡിനലും. ലോഞ്ചിറ്റ്യൂഡിനൽ എഞ്ചിൻ ഓറിയൻറ്റേഷൻ ചിത്രങ്ങളിൽ കാണും വിധം എഞ്ചിൻ വാഹനത്തിന് സമാന്തരമായിട്ടായിരിക്കും ഘടിപ്പിക്കുക. റിയർ വീൽ ഡ്രൈവ് കാറുകളിലും ഓൾ വീൽ ഡ്രൈവ് കാറുകളിലും ഇത്തരം ഓറിയൻറ്റേഷനാണ് കണ്ടുവരുന്നത്. ചില മിഡ് എഞ്ചിൻ കാറുകളിലും ഇത്തരം ഓറിയൻറ്റേഷൻ കണ്ടുവരാറുണ്ട്. റിയർ വീൽ ഡ്രൈവ് എന്നാൽ എഞ്ചിൻ പവർ പിൻചക്രങ്ങളിലേക്കായിരിക്കും എത്തുക. അതുപോലെ തന്നെ ഫ്രണ്ട് വീൽ ഡ്രൈവ് എന്നാൽ എഞ്ചിൻ പവർ മുൻ ചക്രങ്ങളിലേക്കായിരിക്കും എത്തുക. ഓൾ വീൽ ഡ്രൈവ്, 4 വീൽ ഡ്രൈവ് എന്ന് പറയുന്നത് 4 ചക്രങ്ങളിലേക്കും എഞ്ചിൻ പവർ എത്തുന്നത് കൊണ്ടാണ്. ഓൾ വീൽ ഡ്രൈവിൻ്റെയും 4 വീൽ ഡ്രൈവിൻ്റെയും വ്യത്യാസം വിവരിച്ചുകൊണ്ട് ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ലോഞ്ചിറ്റ്യൂഡിനൽ ഓറിയൻറ്റേഷനുള്ള 4 വീൽ ഡ്രൈവ് കാറുകളുടെ വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ അഥവാ വാഹനത്തിൻ്റെ ഭാരം എല്ലാ ചക്രങ്ങളിലും ഒരുപോലെയായിരിക്കും പ്രവർത്തിക്കുക. സ്പോർട്സ് കാറുകളിൽ ഇത്തരം അറേഞ്ച്മെൻ്റ് ആയിരിക്കും നടത്തുക. ട്രാൻസ്വേഴ്സ് എഞ്ചിൻ ഓറിയൻറ്റേഷൻ എന്നാൽ ചിത്രങ്ങളിൽ കാണും വിധം കാറിന് ലംബമായിട്ടായിരിക്കും എഞ്ചിൻ സ്ഥാപിച്ചിരിക്കുക. ഫ്രണ്ട് ഡ്രൈവ് കാറുകളിലും ഓൾ വീൽ ഡ്രൈവ് കാറുകളിലും 4 വീൽ ഡ്രൈവ് കാറുകളിലും ഇത്തരം എഞ്ചിൻ ഓറിയൻറ്റേഷൻ ഉപയോഗിക്കാറുണ്ട്. ട്രാൻസ്വേഴ്സ് ഓറിയൻറ്റേഷൻ ലോഞ്ചിറ്റ്യൂഡിനൽ ഓറിയൻറ്റേഷനെ അപേക്ഷിച്ച് കുറച്ച് സ്ഥലമേ എടുക്കാറുള്ളൂ.
ഇനി പവർ ട്രെയിനിൽ ബാക്കി വരുന്ന കമ്പോണൻസിനെ പറ്റി നമുക്ക് പരിചയപ്പെടാം. എഞ്ചിനിൽ നിന്നുള്ള പവർ ഗിയർ ബോക്സിലേക്ക് ക്ലച്ച് മുഖേനയാണ് വരുന്നത്. എഞ്ചിനിൽ നിന്നുള്ള പവർ ഡെലിവറി ആവശ്യാനുസരണം കൺട്രോൾ ചെയ്യാനാണ് ക്ലച്ച് അറേഞ്ച്മെൻറ്റ്. ക്ലച്ച് അപ്ലൈ ചെയ്യുമ്പോൾ എഞ്ചിനിൽ നിന്നുള്ള പവർ കട്ടാവുകയും ക്ലച്ച് റിലീസ് ചെയ്യുമ്പോൾ പഴയ പോലെ എഞ്ചിൻ പവർ ഗിയർ ബോക്സിലേക്ക് ഡെലിവർ ആകുവാനും ആരംഭിക്കുന്നു. ഒരു ഇലക്ട്രിക്കൽ സ്വിച്ചിൻ്റെ അതേ പ്രവർത്തനമാണ് ക്ലച്ചും കാഴ്ചവെക്കുന്നത്. ഈ പവർ നേരിട്ട് ഗിയർ ബോക്സിലേക്കാണ് എത്തുക. സ്പീഡിനെ കൺട്രോൾ ചെയ്ത് വേണ്ട രീതിയിൽ അത് ടോർക്കായി മാറ്റുക എന്നിവയാണ് ഗിയർ ബോക്സിൻ്റെ കർത്തവ്യം. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഗിയർ ബോക്സിൽ അനേകം ഗിയറുകളുടെ സാന്നിധ്യമുണ്ട്. ഇനി ഗിയർ ബോക്സിൽ നിന്നും പവർ ഡെലിവർ ആകുന്നത് ഡയറക്റ്റ് ഡിഫറൻഷ്യലിലേക്കോ അല്ലെങ്കിൽ ട്രാൻസ്ഫർ കേസിലേക്കോ ആകാം. ഫ്രണ്ട് വീൽ ഡ്രൈവിനോ റിയർ വീൽ ഡ്രൈവിനോ ആയിരിക്കും ഡയറക്റ്റ് ഡിഫറൻഷ്യലിലേക്ക് പവർ പോകുന്നത്. 4 വീൽ ഡ്രൈവിനാണ് ട്രാൻസ്ഫർ കേസ് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ബോക്സ് ആവശ്യമായി വരുന്നത്. ട്രാൻസ്ഫർ ബോക്സ് അറേഞ്ച്മെൻറ്റ് പവർ കൃത്യമായി അസംബിൾ ചെയ്ത് എല്ലാ വീലിലേക്കും എത്തിക്കുന്ന ജോലി ചെയ്യുന്നു. ഇനിയും ട്രാൻസ്ഫർ ബോക്സിന് ശേഷമായി പവർ പോകുന്നത് ഡിഫറൻഷ്യലിലേക്കായിരിക്കും. ഫ്രണ്ട് വീലിനെയും റിയർ വീലിനെയും പ്രത്യേകം കൺട്രോൾ ചെയ്യാനായിട്ടാണ് ഡിഫറൻഷ്യൽ സെറ്റപ്പ് നൽകാറുള്ളത്. ഫ്രണ്ട് വീലുകൾക്ക് ഒരു ഡിഫറൻഷ്യലും ബാക്ക് വീലുകൾക്ക് വേറെ ഡിഫറൻഷ്യലുമായിരിക്കും നൽകുക. ഉദാഹരണമായി വാഹനം ഒരു വളവ് തിരിയുമ്പോൾ വളവിന് അകത്തെ ചക്രത്തിന് കുറച്ച് ദൂരവും അതേസമയം പുറത്തെ ചക്രത്തിന് കൂടുതൽ ദൂരവും സഞ്ചരിക്കേണ്ടതുണ്ട്. എഞ്ചിൻ പവർ ഒരുപോലെ രണ്ട് ചക്രത്തിനും നൽകുകയാണെങ്കിൽ മുകൾ പറഞ്ഞ വിധം രണ്ട് വീലിനെയും സെപ്പറേറ്റ് ആയി കൺട്രോൾ ചെയ്യുവാൻ കഴിയുകയില്ല. ഈ കൺട്രോളിംഗ് എളുപ്പമാക്കാനാണ് ഡിഫറൻഷ്യൽ സെറ്റപ്പ് നൽകുന്നത്. പവർ ട്രാൻസ്മിഷൻ വളരെ കുറച്ചു ദൂരം നടത്തുവാനാണ് ഗിയറുകൾ ഉപയോഗിക്കുക. അധിക ദൂരമാണ് എങ്കിൽ അവിടെ ബെൽറ്റ് ഡ്രൈവ്, ചെയിൻ ഡ്രൈവ്, കപ്ലിംഗ് എന്നീ രീതിയാണ് സ്വീകരിക്കാറ്. ഡിഫറൻഷ്യലിൽ നിന്നും വീലിലേക്കുള്ള പവർ ഡെലിവറിയും ഫ്രണ്ട് എഞ്ചിനിൽ നിന്നും റിയർ ഡിഫറൻഷ്യലിലേക്കുള്ള പവർ ഡെലിവറിയും സാധ്യമാക്കുന്നത് ഇത്തരം കപ്ലിങ്ങും ഷാഫ്റ്റും മുഖേനയായിരിക്കും. മുകൾ പറഞ്ഞ കമ്പോണൻസിൻ്റെ ഡെഡിക്കേറ്റഡ് വീഡിയോ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. സോ ഓട്ടോമൊബൈൽ ലേഔട്ടിനെ പറ്റി ജനറലായ ഒരു കാര്യമാണ് ഇന്ന് നാം ഡിസ്കസ് ചെയ്തത്. കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോ ആയി വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. ഫോർ ദാറ്റ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അൻറ്റിൽ ദെൻ ദിസ് ഈസ് റിച്ചു സൈനിങ് ഓഫ്. ബൈ ബൈ.